To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററാണ്. ഇതിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സും പൾമനറി വോള്യൂംസ് ആൻഡ് കപ്പാസിറ്റീസും ഇൻഹലേഷൻ ആർ എക്സലേഷൻ അഥവാ ബ്രീതിങ് എന്ന പ്രോസസ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. ഇനി അകത്തേക്കെടുത്ത ആ ഒരു ഇൻഹെയിൽ ചെയ്ത ആ ഗ്യാസ് നമ്മുടെ കണ്ടക്റ്റിംഗ് പാർട്ടിൽ കൂടി കടന്ന് നമ്മുടെ ആൽവിയോളയിൽ വന്ന് നിറയുകയാണ്. ഇനി ആൽവിയോളയിൽ നിന്ന് അത് എങ്ങോട്ട് പോകണം? നമ്മുടെ ബ്ലഡിലേക്ക് കടക്കണം. അപ്പോൾ അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് ബിറ്റ്വീൻ ആൽവിയോളസ് ആൻഡ് ബ്ലഡ്. അതാണ് ആദ്യത്തെ എക്സ്ചേഞ്ച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൽവിയോളയിൽ നടക്കുന്ന എക്സ്ചേഞ്ചിനെ പ്രൈമറി എക്സ്ചേഞ്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ആൽവിയോളസ് ആണ് പ്രൈമറി സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഇനി ഈ ഓക്സിജൻ എവിടേക്ക് പോകും? നമ്മുടെ ആൽവിയോളസിൽ നിന്ന് ഓക്സിജൻ ആണ് ബ്ലഡിലേക്ക് പോയത്. ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആൽവിയോളസിൽ വന്ന് നിറഞ്ഞത്. അത് നമ്മൾ എക്സൈൽ ചെയ്ത് കളഞ്ഞു. ഇനി ഇപ്പം ബ്ലഡിൽ ആരുണ്ട്? ഓക്സിജൻ. ഈ ബ്ലഡ് ഈ ഓക്സിജനെ കൊണ്ട് ടിഷ്യൂസിലെത്തും, മീൻസ് നമ്മുടെ പല ഭാഗങ്ങളിലും എത്തും. അവിടെ ടിഷ്യൂസിലൊക്കെ റെസ്പിറേഷൻ കഴിഞ്ഞിട്ട് അവിടെ നടക്കുന്ന എന്ത് റെസ്പിറേഷൻ ആണ്? ഇന്റേണൽ റെസ്പിറേഷൻ അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ. അത് കഴിഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡ് ഒത്തിരി ഉണ്ട്. അവിടെ എത്തുമ്പോൾ ഓക്സിജൻ എങ്ങോട്ട് കടക്കും? ടിഷ്യൂവിലേക്ക് കടക്കും. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ട് വരും? നമ്മുടെ ബ്ലഡിലേക്ക് വരും. തിരിച്ചത് നമ്മുടെ ലങ്സിലേക്ക് കൊണ്ടുവരും. അപ്പോൾ രണ്ടാമത്തെ എക്സ്ചേഞ്ച് എവിടെയാണ് നടന്നത്? ബ്ലഡിനും ടിഷ്യൂവിനും ഇടയ്ക്ക് അല്ലേ? അപ്പോൾ അതാണ് രണ്ടാമത്തെ. അപ്പോൾ രണ്ട് എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ഒന്ന് നമ്മുടെ ലങ്സിൽ ആൽവിയോളസും അതിൻ്റെ മുകളിലുള്ള കാപ്പിലറീസും തമ്മിൽ, മറ്റൊന്ന് നമ്മുടെ ബ്ലഡ് വെസൽസും ടിഷ്യൂസും തമ്മിൽ. ഇനി എങ്ങനെയാണ് ഈ എക്സ്ചേഞ്ച് നടക്കുന്നത്? സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ഇവിടെ ഡിഫ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് സോലബിലിറ്റി ഓഫ് ദി ഗ്യാസസ്. ഇവിടെ ഗ്യാസസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് 2 ഗ്യാസസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. ഒന്ന് ഓക്സിജനും ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ ലങ്സിൽ നിന്ന് ടിഷ്യൂസിലേക്കും കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂസിൽ നിന്ന് ലങ്സിലേക്കും. അപ്പോൾ ഈ കൂടുതൽ സോലബിലിറ്റി ആർക്കാണ്? കാർബൺ ഡൈ ഓക്സൈഡിനാണ്. ഓക്സിജന്റെ സോലബിലിറ്റി കുറവാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനേക്കാളും ഓൾമോസ്റ്റ് 20 മുതൽ 25% അല്ലെങ്കിൽ 20 മുതൽ 25 ടൈംസ് മോർ സോലബിലിറ്റി ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഫാക്ടർ ഏതാണ്? പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻസ്. അപ്പോൾ ഒരു വശത്ത് പ്രഷർ കൂടുതലും ഒരു വശത്ത് പ്രഷർ കുറവായാൽ കൂടുതലിൽ നിന്ന് കുറവിലേക്ക് പോകും. അതുപോലെ ഒരു വശത്ത് കോൺസെൻട്രേഷൻ കൂടുതൽ അല്ലെങ്കിൽ ഒരു വശത്ത് കോൺസെൻട്രേഷൻ കുറവാണെങ്കിലും കൂടുതലിൽ നിന്ന് കുറവിലേക്ക് പോകും. അപ്പോൾ ആ ഒരു ഗ്രേഡിയന്റ് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് പാർഷ്യൽ പ്രഷർ എന്നതാണ്. പാർഷ്യൽ പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ശ്വസിക്കുന്ന വായു, ഓക്സിജൻ മാത്രമല്ല നമ്മൾ ശ്വസിക്കുന്ന അല്ലേ, ഈ വായുവില് 78% നൈട്രജനും 21% ഓക്സിജനും പിന്നെ അതുകൂടാതെ കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, ആർഗൺ, അങ്ങനെ പല ഗ്യാസസ് ഉണ്ട്. ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത്. അതിൽ ഓക്സിജന്റെ മാത്രം പ്രഷർ എത്രയാണ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ അതാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാത്രം പ്രഷർ നോക്കിയാൽ അതാണ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി തരികയാണെന്ന് വിചാരിക്കുക. ഈ ടോപ്പിക്ക് നിങ്ങൾ പ്രസന്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് വേണ്ട റിസോഴ്സസ് എല്ലാം കളക്ട് ചെയ്യുന്നു. മറ്റൊരു ഫ്രണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ചാർട്ട് കൂടുതൽ എക്സ്പ്രസീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കി. മൂന്നാമത് ഒരാൾ നല്ലൊരു പവർ പോയിന്റ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിയും, നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും ഇത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ മിക്സ്ചർ ചേർന്നിട്ടാണ് ഒരു ടോട്ടൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൽ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കിയാൽ അതാണ് അവരുടെ പാർഷ്യൽ പ്രഷർ എന്ന് നമുക്ക് പറയാം. അതുപോലെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ 21% ടോട്ടൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ എത്രയാണെന്ന് നോക്കിയാൽ മതി. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ ഇൻവോൾവ്. അപ്പോൾ നമ്മൾ ആൽവിയോളയിൽ നിന്ന് ബ്ലഡിലോട്ട് കടന്നാലും ബ്ലഡിൽ നിന്ന് ടിഷ്യൂലോട്ട് കടന്നാലും കുറച്ച് മെംബ്രെയിൻസ് കടന്നല്ലേ പോകാൻ പറ്റും. അപ്പോൾ ആ മെംബ്രെയിൻ തിക്കായിരുന്നാൽ ഡിഫ്യൂഷൻ നടക്കുമോ? ഇല്ല. അപ്പോൾ തിൻ മെംബ്രെയിൻ ആയിരുന്നാൽ മാത്രമേ ഡിഫ്യൂഷൻ പോസിബിൾ ആകുകയുള്ളൂ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഈ എക്സ്ചേഞ്ച് നടക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്തു, അറ്റ്മോസ്ഫിയറിക് എയറിനെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു. അതിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വളരെ ഹൈ ആണ്. എത്രയാണ് ഓക്സിജന്റെ അളവ്? 21% അല്ലേ? അപ്പോൾ അതിന്റെ പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 760 mm of mercury എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ 21% നമ്മൾ നോക്കിയാൽ ഓൾമോസ്റ്റ് 159 ആണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ആൽവിയോളിൽ എന്തായാലും അതിനേക്കാളും കുറവായതുകൊണ്ട് തന്നെ ഓക്സിജൻ എങ്ങോട്ടാണ് വരുന്നത്? ആൽവിയോളസിനകത്തേക്ക്. അത് പ്രഷർ ഗ്രേഡിയൻ്റ് കൊണ്ടാണെന്ന് നമ്മൾ കണ്ടു അല്ലേ? തൊറാസിക് വോളിയത്തിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കൊണ്ട്, പ്രഷറിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു ആൽവിയോളസ് വരയ്ക്കാം. അതൊരു ബൾബ് ലൈക്ക് സ്ട്രക്ചറാണ് അല്ലേ? അപ്പോൾ ഈ ആൽവിയോളൈസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ആദ്യം ഓക്സിജൻ മാത്രം കാണിക്കാം, പിന്നെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നോക്കാം. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്രയാണെന്ന് അറിയോ? 104 മില്ലിമീറ്റർ ഓഫ് മെർക്യൂറിയാണ്. അപ്പോൾ പുറത്തുള്ള അത്രയും ആൽവിയോളസിനകത്ത് കാണില്ല. പുറത്ത് 159 ഉള്ളിൽ എത്രയാണ്? 104. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്? ബ്ലഡ് വെസൽ ഉണ്ട് അല്ലേ? പക്ഷേ ഈ ബ്ലഡ് വെസൽ എന്ന് പറയുന്നത് ഇതിലിപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് വെറും 40 മില്ലിമീറ്റർ ഓഫ് മെർക്യൂറിയാണ്. അപ്പോൾ 104 അല്ലേ കൂടുതൽ? അപ്പോൾ കൂടുതലുള്ള പാർഷ്യൽ പ്രഷറിൽ നിന്നും കുറഞ്ഞ പാർഷ്യൽ പ്രഷറിലേക്കാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ആൽവിയോളസിൽ നിന്ന് ഓക്സിജൻ എങ്ങോട്ട് വരും? നമ്മുടെ ബ്ലഡിലേക്ക് വരും. അപ്പോൾ ഈ ക്യാപ്പിലറി 40 എന്നുള്ളത് എന്തായിട്ട് മാറും? 95ലേക്ക് ഉയരും. കാരണം ഇതിപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഇനി ഓക്സിജനേറ്റഡ് ബ്ലഡ് നേരിട്ട് ടിഷ്യൂലോട്ട് പോകുമോ? ഇല്ല. നമുക്കറിയാം ലങ്സിൽ ഓക്സിജനേറ്റ് ചെയ്ത ബ്ലഡ് ഹാർട്ടിലേക്കാണ് വരുന്നത്. അപ്പം നമ്മുടെ ഹാർട്ടിന് 4 ചേംബറുണ്ട്. ഇത് എങ്ങോട്ട് വരും? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ പേരാണ് പൾമണറി വെയിൻ. ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഒരേ ഒരു വെയിൻ എന്ന് പറയുന്നത് പൾമണറി വെയിൻ ആണ്. ഇനി ഇവിടുന്ന് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ആർട്ടറി പുറത്തേക്ക് വരും അല്ലേ? ഈ ആർട്ടറി പറയുന്ന പേരാണ് സിസ്റ്റമിക് ആർട്ടറി. ഈ സിസ്റ്റമിക് ആർട്ടറിയിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? PO2 95 മില്ലിമീറ്റർ ഓഫ് മെർക്യൂറിയാണ് ഓക്സിജനേറ്റഡ് ബ്ലഡിൽ. ഇനി ഇവിടെ അത് ടിഷ്യൂസിലെത്തി. ഞാൻ ടിഷ്യൂസിൻ്റെ സെൽസാണ് ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ടിഷ്യൂസിൽ ഓക്സിജന്റെ അളവെന്ന് പറയുന്നത് കുറവാണ്. കാരണം റെസ്പിറേഷൻ കഴിഞ്ഞു. ഇനി ഇവിടെ 40 ഉള്ളൂ. അപ്പോൾ ഈ വന്നിരിക്കുന്നതിൽ 95 ഉണ്ട് അല്ലേ? അപ്പോൾ 95ൽ നിന്ന് ഇത് ടിഷ്യൂയിലേക്ക് കടക്കും. ഓക്സിജൻ വിൽ മൂവ് ഫ്രം ബ്ലഡിൽ നിന്ന് ടിഷ്യൂയിലേക്ക്. അപ്പോൾ മനസ്സിലായല്ലോ? രണ്ട് സ്ഥലത്തും ഇങ്ങനെയാണ് എക്സ്ചേഞ്ച് നടക്കുന്നത് ബേസ്ഡ് ഓൺ ദ പാർഷ്യൽ പ്രഷർ. ഇനി ഈ മെമ്പറൈൻ്റെ തിക്നെസ്സിനെ കുറിച്ചും അത് പിന്നെ സോലുബിലിറ്റി അത് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് അത് നമ്മളിനി പഠിക്കും. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ 189, അത് ആൽവിയോളെ വന്നു കഴിയുമ്പോൾ 104, ബ്ലഡിൽ 40. അപ്പോൾ അത് ആൽവിയോളസിൽ നിന്ന് ബ്ലഡിലേക്ക് വരും. അപ്പോൾ അത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആകുമ്പോൾ അതിൽ 40 എന്നുള്ളത് 95 ആയിട്ട് ഉയരും. അത് പൾമണറി വെയിനിൽ കൂടി ഹാർട്ടിൽ വന്നിട്ട് സിസ്റ്റമിക് ആർട്ടറി ഹാർട്ടിൽ നിന്ന് ടിഷ്യൂസിൽ കൊണ്ടു ചെല്ലും. അപ്പോൾ ടിഷ്യൂസിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 40 ആണ്, ഇവിടെ 95 ആണ്. സോ ഹൈ ടു ലോ ഇറ്റ് വിൽ മൂവ്. അപ്പോൾ ടിഷ്യൂസിൽ ഓക്സിജൻ അവൈലബിൾ ആയിരിക്കും. ഇനി അതേസമയം ടിഷ്യൂസിൽ റെസ്പിറേഷൻ നടന്നിട്ട്, അതാണ് ഇന്റേണൽ റെസ്പിറേഷൻ അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ, മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന റെസ്പിറേഷൻ്റെ ഫലമായിട്ട് എന്തുണ്ടായിട്ടുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ 45 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ബ്ലഡിനകത്ത് എത്രയേ ഉള്ളൂ? 40 ഉള്ളൂ. സോ നാച്ചുറലി ഈ 45 നിന്ന് ഇത് ഇങ്ങോട്ട് വരും, 40ലേക്ക് വരും. അപ്പോൾ ഇത് എന്ത് ബ്ലഡായി? നൗ ദിസ് ഈസ് കോൾഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ വീനസ് ബ്ലഡ് എന്ന് പറയും. അത് കൊണ്ടുപോകുന്നത് ആരാ? സിസ്റ്റമിക് വെയിൻ. അപ്പോൾ സിസ്റ്റമിക് വെയിൻ ക്യാരി ചെയ്യുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അത് നേരെ നമ്മുടെ വീന കാവയിൽ ജോയിൻ ചെയ്തിട്ട് റൈറ്റ് ഏട്രിയത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇനി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇത് നേരെ ലങ്സിലേക്ക് പോകുന്നു. ഓക്കെ. അപ്പോൾ ഇതിൽ വരുന്നതിന് 40 മില്ലിമീറ്റർ പെർ മെർക്യൂറി ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് 45 ആൽവിയോളസിൽ 40 ആണ്. ഓക്കെ. സോ ഫ്രം ഹൈ ടു ലോ ഇറ്റ് വിൽ ജമ്പ്. ഇങ്ങനെയാണ് നമ്മുടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. എവിടേക്കാണ്? ആൽവിയോളസിൽ കൂടുതലായതുകൊണ്ട് അത് ബ്ലഡിലേക്ക് വരും, തിരിച്ച് ബ്ലഡിൽ കൂടുതലായതുകൊണ്ട് അത് ടിഷ്യൂയിലേക്ക് പോകും. എന്ത്? ഓക്സിജൻ. ഇനി ടിഷ്യൂസിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായതുകൊണ്ട് അത് ബ്ലഡിലേക്ക് കടക്കുന്നു. അപ്പോൾ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ കൂടുന്നു. ആൽവിയോളസിൽ എത്തുമ്പോൾ അത് ആൽവിയോളസിൽ കുറവായതുകൊണ്ട് തന്നെ ബ്ലഡിൽ നിന്ന് അത് ആൽവിയോളസിലോട്ട് പോവുകയും അവിടെ നിന്ന് നമ്മൾ എക്സൈൽ ചെയ്ത് പുറത്ത് കളയുകയും ചെയ്യുന്നു.
എക്സ്ചേഞ്ച് നടക്കുന്നത് പാർഷ്യൽ പ്രഷറിന്റെ ഡിഫറൻസിലാണെന്ന് നമ്മൾ കണ്ടു. ഇനി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ്ചേഞ്ച് എവിടെയാണ്? ആൽവിയോളസിനും ബ്ലഡിനും ഇടയിൽ. അപ്പോൾ ആ ഡിഫ്യൂഷൻ മെംബ്രെയിന്റെ തിക്നെസ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ. അത് എത്ര തിന്നാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ റെസ്പിറേറ്ററി മെംബ്രെയിൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ആൽവിയോളസിനെ വെച്ചിട്ടാണ്. ആൽവിയോളസ് എന്ന് പറയുന്നത് ഒരു വളരെ തിൻ മെംബ്രെയിനിയസ് ആണ്. അതായത് ഒരു ലെയർ ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പൊ നമുക്കിങ്ങനെ വരയ്ക്കാം. ഫ്ലാറ്റ് ആയിട്ടുള്ള സെൽസ് ആണ്, വളരെ തിന്നാണ്, ഒക്കെ ന്യൂക്ലിയസും ഉണ്ട് കേട്ടോ. സോ ഇതിന്റെ പുറത്തായിട്ട് ഒരു ചെറിയ ബേസ്മെന്റ് സബ്സ്റ്റൻസ് ഉണ്ട്. എപ്പോഴും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ ടിഷ്യൂസിന്റെ പുറത്തൊരു ബേസ്മെന്റ് സബ്സ്റ്റൻസ്, പ്രൊട്ടക്ഷനും പിന്നെ ഇതിനെ സ്റ്റിക്ക് ചെയ്ത് നിർത്താനായിട്ട് മറ്റു സർഫസുമായിട്ട് അടുത്തുള്ള സർഫസുമായിട്ട് അതിനെ ചേർത്ത് നിർത്താനായിട്ട് എപ്പോഴും ഒരു ബേസ്മെന്റ് സബ്സ്റ്റൻസും ഉണ്ട്. ഇനി അതിന്റെ പുറത്തായിട്ട് എന്തുണ്ട്? ബ്ലഡ് വെസൽ. അപ്പോൾ ഇനി ബ്ലഡ് വെസലിന്റെ ക്രോസ് സെക്ഷൻ നോക്കിയാൽ ഓക്കെ, ഇതാണ് ബ്ലഡ് വെസല്. ഇതിനും വോളില് തിൻ സ്ക്വാമസ് എപ്പിത്തീലിയമാണ് ഉള്ളത്. നമ്മളതിനെ എൻഡോത്തീലിയം എന്നാണ് പറയുന്നത്. ഇന്നർ ലെയർ ആയതുകൊണ്ട് എൻഡോത്തീലിയം. ഇവിടെയുമെല്ലാം ന്യൂക്ലിയസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? നമ്മുടെ RBC, WBC, പ്ലാസ്മ എല്ലാവരും ഉണ്ട്. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് എന്തുണ്ട്? കുറച്ച് ബേസ്മെന്റ് സബ്സ്റ്റൻസ് ഉണ്ട്. അതെല്ലാ എപ്പിത്തീലിയൽ സെൽസിനും ഉള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ബേസ്മെന്റ് സബ്സ്റ്റൻസ്. പിന്നെ ഇതിനിടയിൽ കുറച്ച് കണക്റ്റീവ് ടിഷ്യൂസും ഉണ്ട്. അപ്പോൾ ഇനി റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ഏതൊക്കെ ലെയറിൽ കൂടി കടന്നു വരണം? ഇവിടെ ആൽവിയോളസിനകത്താണ് ഓക്സിജൻ ഉള്ളത്. ആദ്യം അത് എന്ത് ക്രോസ് ചെയ്യണം? നമ്മുടെ എപ്പിത്തീലിയം ഓഫ് ആൽവിയോളസ്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെ എത്തണം? രണ്ടാമതായിട്ട് ബേസ്മെന്റ് സബ്സ്റ്റൻസ് ക്രോസ് ചെയ്യണം. ഇനി മൂന്നാമതായിട്ടോ എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് ക്യാപ്പിലറി. അല്ലെങ്കിൽ ഈ ക്യാപ്പിലറി ഏതാണ്? പൾമനറി ക്യാപ്പിലറി അല്ലേ? പൾമനറി ക്യാപ്പിലറിയിലാണ്, അതായത് ലങ്സിലുള്ള ക്യാപ്പിലറിയാണ്. അപ്പോൾ 3 ലെയേഴ്സ് ആണ്. ആദ്യം എപ്പിത്തീലിയം ഓഫ് ദി ആൽവിയോളസ്, അത് കഴിഞ്ഞിട്ട് ബേസ്മെന്റ് സബ്സ്റ്റൻസ്, പിന്നെ ഇത്. അപ്പോൾ നമ്മൾ ഈ 3 ലെയർ ക്രോസ് ചെയ്യേണ്ട ഒത്തിരി പാടല്ലേ? അല്ല, ഇതെല്ലാം കൂടി ചേർന്ന് 1 മില്ലിമീറ്ററിന് താഴെ മാത്രമേ കട്ടി വരുന്നുള്ളൂ. ഇനി ഇതിന്റെ അകത്തായിട്ട് ഒരു ലെയർ ഓഫ് ഫ്ലൂയിഡ് ഉണ്ട്. അതായത് സോലബിലിറ്റി ഇത് മോയിസ്റ്റ് ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്താൽ മാത്രമേ എക്സ്ചേഞ്ച് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്ട്രക്ചർ ഉണ്ട്. ഇനി ഈ ഒരു മെംബ്രെയിൻ, ആൽവിയോളസിന്റെ എപ്പിത്തീലിയൽ മെംബ്രെയിനെ നമ്മൾ പറയുന്നത് ടൈപ്പ് 1 മെംബ്രെയിൻ ആണ്. അത് ഡിഫ്യൂഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇനി ഇതിനകത്തൊരു ടൈപ്പ് 2 മെംബ്രെയിൻ ഉണ്ട്. അതായത് അതിൽ കുറച്ച് സർഫക്റ്റൻസ് ഉണ്ട്. സർഫക്റ്റൻസ് എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ കുറയ്ക്കുന്നവയാണ്. അപ്പോൾ ഇവിടെ സർഫസ് ടെൻഷൻ കുറച്ചാൽ എന്ത് പറ്റും? കൊളാപ്സിങ് ഓഫ് ആൽവിയോളെ തടയാൻ പറ്റും. എക്സെയിൽ ചെയ്യുന്ന സമയത്ത് ആൽവിയോളസ് കൊളാപ്സ് ചെയ്യാതിരിക്കാൻ അതിനകത്ത് സർഫക്റ്റൻസ് ഉണ്ട്. അവ സർഫസ് ടെൻഷൻ കുറയ്ക്കുന്നു. അത് പ്രധാനമായിട്ടും നമ്മുടെ ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. ലെസിത്തിൻ പോലുള്ള ഫോസ്ഫോലിപ്പിഡ്സ് ആണ് കാര്യം ചെയ്യുന്നത്. ഇതാണ് റെസ്പിറേറ്ററി മെംബ്രെയിൻ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോസ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, ഒരു ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.